ജയസൂര്യയല്ല, വിടൻ സൂര്യ. തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൈംഗികാതിക്രമം കാട്ടി എന്ന മറ്റൊരു പരാതിയിന്മേൽ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കരമന പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത്. തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതി തൊടുപുഴ പോലീസിന് കൈമാറി. ഐശ്വര്യ ഡോഗരിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. നേരത്തെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയായ മീനു മുനീർ നൽകിയ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. BNS 354, 354A, 509 വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും കൂടി ചുമത്തിയിരിക്കുന്നത്. കൊച്ചി സ്വദേശിനിയായ മറ്റൊരു നടി നൽകിയ 7 പരാതികളിൽ ഒന്നിലും ജയസൂര്യ ഉൾപ്പെട്ടിട്ടുണ്ട്. ജയസൂര്യയ്ക്ക് പുറമെ മുകേഷ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ തുടങ്ങിയവർക്കെതിരെയും നടിയുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റൊരു ഡെവലപ്മെന്റ് ഉള്ളത്, സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്നും രാജിവെച്ചു. ഫെഫ്കയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് ആഷിഖ് അബു രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേതൃത്വം കുറ്റകരമായ മൗനം പാലിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഇതിനെതിരെ സംഘടനയ്ക്കുള്ളിൽ കടുത്ത അമർഷമുണ്ട്. അതിനിടയിലാണ് ആഷിഖ് അബുവിന്റെ രാജി. ആഷിഖിന് പിന്തുണ അറിയിച്ച് കൂടുതൽ രാജി ഉണ്ടാകുമെന്നാണ് സൂചന. ഡബ്ബിംഗുകാരിയെ വെപ്പാട്ടിയാക്കി ഫ്ളാറ്റിൽ താമസിപ്പിച്ച ഉണ്ണികൃഷ്ണനെതിരെ സമാനമായ പരാതികൾ ഉയരും എന്ന ഭയത്താലാണ് കുറ്റകരമായ മൗനം അദ്ദേഹം പാലിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ i2i ന്യൂസിനോട് പറഞ്ഞത്. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.